ഒത്തിരി കഷ്ടപ്പെട്ടു ആ സിനിമയ്ക്ക് വേണ്ടി സാധനം എനിക്കറിയാം. അത് അവിടെ തൊട്ട് തുടങ്ങിയ ഒരു പരാജയം ഈ ഇത്ര ദിവസം നീണ്ട് OTT വന്നപ്പോഴാണ് വിജയം മനസ്സിലാക്കിയത്. ആ തുടക്കമുണ്ടായ ഒരു പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഇപ്പോൾ 2016 ഖൽബ് എന്നൊരു പ്ലാൻ, 2015 ആദ്യമായിട്ട് പ്രകാശ് ലക്ഷ്മണൻ്റെ മ്യൂസിക് തിയേറ്റർ ഫോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതിന്? ഖൽബിന് വേണ്ടി. ഞാനും സൂര്യൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം ഇത് അപ്രോച്ച് ചെയ്യുന്നത് ദുൽഖറിനെയാണ്. ദുൽഖർ ഈ കഥ കേൾക്കുന്നു. ദുൽഖർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അന്ന് ജോമോൻ ടി ജോണും ഷമീർ മുഹമ്മദ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ജോമോനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു സിനിമ ചെയ്യാം. ഇതിപ്പം ഇപ്പം പുള്ളി ചെയ്യുന്ന സീതാറാമക്ക ഈ ഒരു ജോണറിൽ വന്ന സിനിമ ആയതുകൊണ്ടാകാം, എനിക്കറിയില്ല. പക്ഷേ അതോടെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കഴിയുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഷെയ്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ൻ കഥ കേൾക്കുന്നു. ഷെയ്ൻ ഓൺ ബോർഡ് വരുന്നു. ഞങ്ങൾ സിനിമാ പ്രാന്ത പ്രൊഡക്ഷൻസിൻ്റെ ആദ്യ പല്ലൊട്ടിക്ക് മുമ്പ് ചെയ്യാവുന്ന സിനിമയാണ് ഖൽബ്. ഞങ്ങളും അമരാവതി ക്രിയേഷൻസ് കമ്പനിയായിട്ട് ചേർന്ന് ഈ സിനിമയുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി ഞങ്ങളിതിൻ്റെ ഒരു ഫസ്റ്റ് സോങ്ങിൻ്റെ ഒരു ബിറ്റ്, ഒരു ആലപ്പുഴ മുല്ലക്കൽ ചെറപ്പുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ക്രൂ അവിടെ പോകുന്നു. അവിടെ പെർമിഷൻ കിട്ടുന്നില്ല ഹെലിക്കാൻ പറപ്പിക്കാൻ. അപ്പോൾ ഞങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ലിഫ്റ്റിൻ്റെ ഹോള് വഴി ക്യാമറമാൻ താഴത്തോട്ട് പോയി. അയാളുടെ 2 കാലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആകുന്നു, അയാളുടെ കൈകളും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആകുന്നു, കാല് മുറിച്ച് കളയുമെന്ന് പറയുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ഇല്ലാണ്ടായി എന്നല്ല. ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഏറ്റവും ഞാൻ ഖൽബിൽ വിഷമിച്ച സമയങ്ങളാണ് അതെല്ലാം. അവിടുന്ന് അയാളാണ് ഇപ്പം ആസിഫിൻ്റെ ടിക്കറ്റാക്കാൻ സോണി സബാൻ എന്ന് പറഞ്ഞ ക്യാമറ ചെയ്യുന്നത്. എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. ഒരുപാട് പേര് സഹായിച്ചു. ഇത് ഷെയ്ൻ സഹായിച്ചു, മഞ്ജു വാര്യർ സഹായിച്ചു, ഒരുപാട് പേര് സഹായിച്ചു. അതോടെ അവൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. കാരണം എൻ്റെ ഒരു എടുത്തിയാട്ടമാണ്. ഞാനന്ന് ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ മേലിൽ കയറി എൻ്റെ ഒരു പൊട്ടബുദ്ധിയായിപ്പോയി, മനസ്സിലായില്ലേ? ഞാൻ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ സിനിമ ചെയ്യേണ്ട എന്ന് വിചാരിച്ചുള്ള അവസ്ഥയിലായിപ്പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും തുടങ്ങാൻ പോയ സമയത്ത് ഷെയ്ൻ മറ്റേ ആ പ്രൊഡ്യൂസേഷൻ്റെ ഇഷ്യൂവിൽ പെട്ടു. അതിൽ നിന്ന് പിന്നെ അസോസിയേഷനിൽ ഇതിൻ്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല, ഒരുപാട് ഇഷ്യൂസ് വന്നു. അതിൻ്റെ നമ്മൾ പുറകെ ഓടി. അതിനുശേഷം നമ്മൾ ഡേറ്റ് അതൊക്കെ സോർട്ടായി തുടങ്ങാമെന്ന പ്ലാൻ നിൽക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടാലിറ്റിയിൽ സിനിമ എന്ന വ്യവസായം തന്നെ പ്രതിസന്ധിയിലായി. അത് ഇനി തിയേറ്റർ ആയിരിക്കുമോ ഇല്ലെങ്കിൽ OTT ആയിരിക്കുമോ, അങ്ങനെ ഒരു സിറ്റുവേഷനിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് റൈറ്റ് ടൈമിൽ നടന്നില്ല. അതിപ്പോൾ ബിസിനസ് ആണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും എന്താണെങ്കിലും, ഈ ഇൻ്റർവ്യൂ പോലും, മനസ്സിലായില്ലേ, നടന്നില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ? അപ്പം ഇത്രയും ഇത് സമയമായപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും അതിനകത്ത് വന്നു. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞു, അതായത് വേറൊന്നുമല്ല, ഈ സിനിമ ഇപ്പോൾ എൻ്റെ 2 മുമ്പത്തെ സിനിമകളിൽ എനിക്ക് കുറേ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട് പല ആസ്പെക്ട്സിൽ. അപ്പം ഖൽബ് എന്ന സിനിമയിൽ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റണം, മനസ്സിലായില്ലേ? നാളെ ഈ സിനിമ വിജയിച്ചാൽ അതെൻ്റെ വിജയമായിട്ടും നാളെ ഈ സിനിമ പരാജയപ്പെട്ടാൽ അതെൻ്റെ പരാജയമായിട്ടും കണ്ട് ഒന്നെങ്കിൽ ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് പരിപാടി നിർത്തണം എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഒരു സൈഡിലും ഇതിന് കോംപ്രമൈസോ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കാത്തൊരു കാര്യം ഞാൻ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഷെയ്നുമായിട്ടൊരു പോയിന്റിൽ 2 സജഷൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഷെയ്നെ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്, നമുക്ക് പിരിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷേ ഷെയ്ന് പറഞ്ഞിക്ക ഉറപ്പായിട്ടും നമുക്ക് വേറൊരു പരിപാടി ഇൻഷാ അല്ലാ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. ഈ പരിപാടി നമ്മൾ നിർത്തിയത്. അതിനുശേഷം ഞാൻ ഈ സിനിമ ഇനി ഇത് ചെയ്യണ്ട, ഇനി വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. ഖൽബിൽ ഇപ്പോൾ അത്രത്തോളം ഞാൻ ഒരു 6-8 വർഷം ഇതിൻ്റെ പുറകെ ഓടി ഇതിന് വേണ്ടി കിടന്ന് എന്താ പറഞ്ഞാൽ എൻ്റെ ഫാമിലി വൈസും ഇമോഷണൽ വൈസും എൻ്റെ ബിസിനസ് എല്ലാത്തിനും എനിക്കത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലിജു ജോസ് പല്ലിശ്ശേരിയായിട്ട് ഞാൻ എൻ്റെ വളരെ അടുത്ത എൻ്റെ മെൻറ്ററാണ്, എൻ്റെ ബ്രദറാണ്. അപ്പോൾ ലിജു ഭായ് ഒരു ദിവസം പറഞ്ഞാൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം സ്ക്രിപ്റ്റൊക്കെ പുള്ളി വായിച്ചാണ്. പുള്ളി പറഞ്ഞാൽ എടാ നീ ഒരു പണി, ഈ മൈക്ക് എന്ന സിനിമയിൽ പണിയുണ്ട്, ഞാൻ എൻ്റെ പ്രിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, നീ ആ പയ്യനെ ട്രൈ ചെയ്ത് അവനൊരു നീ വിചാരിക്കുന്ന ഒരു ഫിസിക്കും ലുക്കുള്ള പയ്യനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൈക്ക് കണ്ടു. അപ്പോൾ കൊള്ളാലോ, എനിക്ക് എൻ്റെ ഫൈറ്റും എൻ്റെ ഒരു ന്യൂ ജെൻ ആക്ടറിൻ്റെ എല്ലാ പോസിബിലിറ്റികളും തോന്നി. അപ്പം എനിക്കറിയാം വിജയ് ഭായും അവരുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന്, പരിചയമുണ്ടെന്ന് അറിയാം. ഞാൻ വിജയ് ഭായി വിളിച്ചു. വിജയ് ഭായി എനിക്കൊരു കഥ പറയണം. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അതെന്താ സാധ്യത. അപ്പോൾ വിജയ് ഭായി നമ്മുടെ എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞിരുന്ന ആളാണ്. അങ്ങനെ വിജയ് ഭായിയാണ് എന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നതും അവരോട് ഞാൻ കഥ പറയുന്നതും. കഥ കേട്ടപ്പോൾ തന്നെ അവർ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത് അന്ന് തന്നെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാനെല്ലാം സെറ്റ്, എൻ്റെ എല്ലാം കഴിഞ്ഞു, എൻ്റെ ചാർട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ക്യാമറയും 2 മോങ്ങളും കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അവിടെ അവരത് നിന്നു. പിന്നെ എല്ലാം ഫ്രൈഡേ ഫിലിം ഹൗസ് പോലത്തെ ഒരു ബാനർ വന്നപ്പം വിജയ് ഭായ്, വിനയ് ഭായ്, ഷിബുജി സുശീലൻ, ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് വരികയും പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഞാൻ ചെയ്ത 3 സിനിമകളിൽ ഏറ്റവും മനസ്സമ്മാനത്തോടെ ഏറ്റവും ഹാപ്പി ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഖൽബ്. അപ്പം എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നതും കാണുന്നതും സിനിമയാണ് ഖൽബ്. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷേ
ആസ് എ പേഴ്സൺ ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് ഞാൻ കൽബിനെ കാണുന്നത്. അതെ, കൽബ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവായി കുറേ നാളത്തേക്ക് ആരുമായിട്ട് സംഭാഷണമില്ല. ആ പയ്യൻ വീണ് ഞാൻ ഒന്ന് വിളിച്ചാണ്, എനിക്ക് മറു ഫോണിൻ്റെ അപ്പുറത്തുനിന്നൊരു ശബ്ദം ഇടറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പയ്യൻ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത് അല്ലേ. ആ പയ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എനിക്കറിയാം. ഒരു ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നുമില്ല കുറച്ച് നാളത്തേക്ക്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ പോലും സിനിമാ പ്രാന്തൽ പോലും വരാത്തൊരവസ്ഥ. ആ സിറ്റുവേഷനിൽ നിന്നാണ് ഈ കൽബ് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ച് വന്നത്. പക്ഷെ ആ പയ്യൻ ഇപ്പോൾ നമ്മുടെ അന്നത്തെ ക്യാമറ ഇപ്പോൾ പറഞ്ഞല്ലോ ആസിഫിനെ പോലെയുള്ള കമ്പനി ക്യാമറ ചെയ്യുന്നത്, അവനുണ്ടായ ഒരു ഷോക്ക് ഉണ്ടല്ലോ. ആ സിനിമ ഒരു കാലത്തേക്കും നടക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നില്ലേ ഒരു കാലത്തും? ഉറപ്പായിട്ടും അന്ന് ഞാൻ സിനിമ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. സിനിമയിൽ ഇനി ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, സിനിമ പരിപാടി നമുക്ക് പറ്റിയ പരിപാടിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അത്രയും ഇപ്പം സോണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പയ്യനാണ്. ഇപ്പം ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പം ഒരു ആംബുലൻസ് പോയാൽ അവൻ്റെ 5 പ്രാവശ്യം കുരിശ് വരക്കും, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ ഒരു പള്ളി കണ്ട ഒരു 5 പ്രാവശ്യം അവിടെ നിർത്തി പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഒരു പയ്യനെ അന്ന് കാല് മുറിച്ചോളെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് പറ്റില്ല, അങ്ങനെ നടന്നു. പക്ഷെ അല്ല, അവൻ്റെ മനസ്സിൻ്റെയാണ്. ഇപ്പം എനിക്ക് അന്ന് എൻ്റെ അത്രയും വലിയ കാശൊന്നുമില്ല, പക്ഷെ അന്ന് ഒരുപാട് ആളുകൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം മഞ്ജു വാര്യർ, നേരത്തെ പറഞ്ഞ ഷെയിൻ്റെ ഉമ്മ, ഇവരൊക്കെ വിളിച്ച് സഹായിച്ചിട്ടാണ് അപ്പോൾ അതിനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് എല്ലാം ചെയ്തത്. അപ്പം ഇന്ന് അവൻ ഇപ്പം എൻ്റെ പുതിയ ഷീമാരുടെ ഡാൻസൊക്കെ അവനാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഈ ആസിഫിൻ്റെ ആ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ ഇപ്പം ടിക്കി ടാക്ക എന്നുള്ള സിനിമയുടെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്രാഫ്റ്റുള്ളൊരു പയ്യനാണ് അവൻ. ക്യാമറയൊക്കെ കയ്യിലെടുത്താൽ വെക്കത്തില്ല. അവൻ്റെ കൈയും 2 കൈയും മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉപജീവനമാണല്ലോ അവിടെ ഇല്ലാണ്ടാകുന്നത്. അത് എൻ്റെ ഒരു ബുദ്ധിമോശം കാരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. പിന്നീട് ഒരു തിരിച്ചുവരവ് ഒത്തിരി പാടുപെട്ടില്ലേ? ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചോളം അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഇപ്പം അവൻ്റെ അമ്മയും അവൻ്റെ ബ്രദറും, ആ ബ്രദറൊക്കെ ഇവരൊക്കെ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബ്രദേഴ്സിനെ പോലെയാണ്. അപ്പം അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു തെറ്റാണത്. ഇപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ എടുത്തിയാട്ടവും നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള തോന്നലൊക്കെയാണ് അത് സംഭവിച്ചത്. അവനന്ന് സംസാരം ഒന്നുമില്ലായിരുന്നല്ലോ അല്ലേ? ഐസിയിൽ കിടക്കുമ്പോൾ പിന്നെ സംസാരം ഇല്ലാതെ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വെന്റിലേറ്ററിലേക്ക് വരെ മാറുന്ന നിലയിലേക്ക് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അന്നൊക്കെ സാജിദ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു കരച്ചിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നു. ഞാൻ അവിടെ കുറേ ഫ്രണ്ട്സിന് അപ്പോൾ സാജിദക്കായി ഒന്ന് വിളിച്ചൊരു ചായ കുടിപ്പിക്കാം എന്ന് വിചാരിച്ചവരവരെ പരാജയപ്പെട്ടു. സാജിദ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എൻ്റെ ഒരു തെറ്റാണ്. ഞാൻ പറയുന്ന എന്തും ചെയ്യുന്നൊരു പയ്യനാണ്. അപ്പം ഞാൻ അവിടെ ഇച്ചിരി എൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വത കാണിക്കണമായിരുന്നു. അങ്ങനെ അവൻ വളരെ ചെറിയ പയ്യനാണ്, 26 വയസ്സേ ഉള്ളൂ. ഞാനവിടെ കുറച്ചുകൂടി ഒരു ഇതാകണമായിരുന്നു, ഒരു പ്രോപ്പർ സേഫ്റ്റി സെക്യൂരിലൊക്കെ ആ ബിൽഡിങ്ങിൽ കയറണമായിരുന്നു. ഞാൻ ഒരു ചെറിയ മൊബൈൽ വെളിച്ചത്തിനകത്ത് രാത്രി 7 മണിക്ക് അതൊരു 4-5 ലക്ഷം ആൾക്കാരുള്ള ഒരു ഇവൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മുല്ലക്കച്ചിറപ്പാണ്. അവിടെ ഒരു ആംബുലൻസ് വരിക എന്നൊക്കെ പറയുന്നത് ചെറിയ ടാസ്കല്ല അലിവായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാത്രിയാണത്. എനിക്കിപ്പോഴത് പറയുമ്പോൾ ഭയങ്കര ട്രോമയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.